RTN ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് RTN ടോക്ക് അവതരിപ്പിക്കുന്നത് തേവരയുടെ പ്രിയപ്പെട്ട വൈദ്യർ എന്ന് പറയാവുന്ന കമലാക്ഷൻ വൈദ്യരെയാണ്. അദ്ദേഹം 100 വയസ്സ് പൂർത്തിയാക്കി പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. വളരെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷാർപ്പായിട്ട് ഓർത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പഴയ ചരിത്രം, പഴയ രാഷ്ട്രീയ സ്ഥിതികൾ, അന്നത്തെ തേവര പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അദ്ദേഹം ഓർമ്മയിൽ വെച്ച് സംസാരിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ, എനിക്ക് തോന്നുന്നത് പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ കോന്തുരുത്തിയിൽ നിന്ന് തേവരയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ മട്ടമ്മൽ ജംഗ്ഷൻ എന്ന് പേര് വീണത് ഈ മട്ടമ്മൽ ആയുർവേദ വൈദ്യശാല അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അന്ന് വളരെ പ്രസന്നവദനായിട്ട് വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ഉടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖമെന്നും കാണുന്ന ഒരു പ്രസരിപ്പുള്ള ഒരു മുഖം കണ്ടിരുന്ന ഒരു ഓർമ്മയൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. അപ്പം അങ്ങനെ തേവരയുടെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കുടുംബമാണ് കമലാക്ഷൻ വൈദ്യൻ്റേത്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം RTN ടോക്ക് ഷോയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വൈദ്യരുടെയൊക്കെ ഫാമിലി ഏത് വർഷമാണ്? തേവരയിൽ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഇങ്ങോട്ട് വന്നതാണോ? അത് എൻ്റെ അച്ഛൻ അയ്യമൈദ്യൻ, അച്ഛൻ്റെ അച്ഛൻ ഉണ്ണീര വൈദ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ ആ കാലം വരെ ഇവിടെയാണ്. അതിനു മുമ്പുള്ള എനിക്കറിയില്ല. തേവര തന്നെയായിരുന്നു. ഓ, ഈ എനിക്ക് തോന്നുന്നു കമലാക്ഷൻ വൈദ്യനായിട്ടാണോ ഈ മട്ടമ്മൽ ഈ വൈദ്യശാല തുടങ്ങിയത്? വൈദ്യശാല പുറത്ത് തുടങ്ങിയത് ഞാനായിട്ടാണ്. അച്ഛൻ മുതലേ വൈദ്യശാല വീട്ടിലുണ്ട്. അച്ഛൻ കഴിഞ്ഞ് മൂത്തയേട്ടൻ കുമാരൻ വൈദ്യൻ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അച്ഛനും അങ്ങനെ പാരമ്പര്യമായിട്ട് അവർ വൈദ്യന്മാരായിരുന്നു. അപ്പോൾ അച്ഛന് ഒരാഗ്രഹം ഉണ്ടായി, പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വൈദ്യനുണ്ടാവണം. അപ്പോൾ അന്ന് എന്തോ ദൈവവശാൽ തൃപ്പൂണിത്തുറ അന്ന് പ്രവേശനമില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നൊക്കെ വിഭാഗത്തിന് പ്രവേശനമില്ലായിരുന്നു സംസ്കൃത കോളേജിൽ. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ സ്കൂൾ തേവരയിലെ സെൻറ്റ് മേരീസാണ്. അവിടെയാണ് ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത്. അന്ന് കാക്കോ മാഷ്, വർക്കി മാഷ്, അങ്ങനെ എല്ലാവരുടെ പേരും എനിക്കിപ്പോഴും അറിയാം. അന്നത്തെ കുട്ടികളും മാഷുമാരായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. കാക്കോ മാഷ്, ഏഴ് മാഷ്, ഫസ്റ്റ് അസിസ്റ്റൻ്റായിരുന്ന വർക്കി മാഷ്, കുമാരൻകുട്ടി മേനോൻ, നാരായണ മേനോൻ, അവർക്ക് പിന്നെ നമ്മുടെ മരത്തേക്കോടത്ത് പൈജ് മാഷ്. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂളൊക്കെ തേവര തന്നെയായിരുന്നു? ഹൈസ്കൂൾ ആയിട്ടില്ല, അന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തേവരയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഹൈസ്കൂളായി. അന്ന് കെട്ടിടമൊക്കെ പണിയുണ്ട്. ഞാൻ അന്ന് 4.5 ക്ലാസ് ഉണ്ട്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ 4.5 എന്നൊരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ 5. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ഞങ്ങൾക്ക് പ്രവേശനം വന്നു. അതായത് കോളേജ് എല്ലാവർക്കുമായിട്ട് പ്രവേശനം കിട്ടി. അങ്ങനെ അപ്പോൾ അച്ഛൻ എന്നെ അവിടെ സംസ്കൃതം പഠിക്കാൻ ഉണ്ടാക്കി. വൈദ്യരുടെയൊക്കെ ചെറുപ്പകാലത്ത് തേവരയുടെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു? തേവര ദ്വീപാണ്. കോന്തുരുത്തി അപ്പുറത്ത് കോന്തുരുത്തി വേറൊരു ദ്വീപ്, തേവര വേറൊരു ദ്വീപ്. പക്ഷെ തേവരയ്ക്ക് ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. ആദ്യം മരപ്പാലം ചവിട്ട് വരെയായിരുന്നു, നടന്നു പോകാനുള്ള ആ കാലത്ത്. അപ്പോൾ ഇപ്പോൾ ഉള്ള തേവര മാർക്കറ്റിൻ്റെ അവിടെയുള്ള പാലം ഇരിക്കുന്നിടത്ത് അവിടെ ഒരു കടത്തായിരുന്നോ? അവിടെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ കടത്തല്ല, ഈ പാലമാണ്. ചവിട്ടുകൂടി അത് അവിടെ അല്ലായിരുന്നല്ലോ, കുറച്ചും കൂടി ആ യൂണിയൻ സോമില്ലിൻ്റെ ഒക്കെ അങ്ങോട്ട് മാറിയിട്ടല്ലായിരുന്നോ? അവിടെ അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ അത് കിഴക്കൻ ഒരു പാലം ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ഈ പാലം പൊളിച്ചിട്ട് ഇപ്പോഴത്തെ പാലം ഉണ്ടല്ലോ, അതിൻ്റെ പണി നടക്കാൻ വേണ്ടിയിട്ട്
അത് പൊളിച്ചിട്ട് കടത്തുകയും ചെയ്തു. കടത്ത് കയറി ഞാൻ ഓർക്കുന്നുണ്ട്. കടത്ത് കയറി ഞങ്ങൾ വഞ്ചി മുങ്ങിയിട്ടുണ്ട് അവിടെ. ശരി. ഞാൻ പിക്കനായൻ തങ്കപ്പൻ മോസ് ഞങ്ങൾക്ക് ഇവിടെ വക്കരക്ക് പോകുമ്പോൾ ആ വഞ്ചി മുങ്ങി അവിടെ. ശരി. അതിന് പകരം കിഴക്ക് വശം കാനാട്ടുകാരുടെ ആ ഭാഗത്ത് ഒരു പാലം ഉണ്ടാക്കി. അതെ, നടന്നു പോകാനുള്ള പാലം ഉണ്ടാക്കി. ആ പാലം ഉണ്ടാക്കിയപ്പോഴാണ് ആ കാലത്താണ് എൻ്റെ വിവാഹം. കാരണം വണ്ടിയൊക്കെ അപ്പുറത്ത് ഇട്ടിട്ട് ഇവിടുന്ന് ആ പാലത്തിൽ കൂടി നടന്ന് അവിടെ ഓർമ്മയ്ക്ക് എനിക്ക് ഇപ്പോഴും. അത് തേവരയിൽ മിക്കവാറും കുറച്ച് വീടുകളും സൈക്കിളും മാത്രമൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തേവരയിൽ ശരിക്കും പറഞ്ഞാൽ പിന്നോക്കക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിം ഇല്ല, നായർ മുതൽ മേൽപോട്ടുള്ള ഒരു വീടും ഗോത്രത്തിലും ഇല്ല. അതായത് നമ്മൾ ക്രിസ്ത്യൻ, ധീവരൻ, പുല ഈ 3 വിഭാഗമേ അന്ന് തേവരയിലുള്ളൂ. മുസ്ലിം ഇവിടെ ആദ്യത്തെ മുസ്ലിം ഹംസ എന്ന് പറഞ്ഞാണ്. അല്ല, ബീഡി ചേർക്കാൻ വന്നാണ്. കുട്ടമ്പറമ്പിലെ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ വീട് ചേർക്കാൻ വന്നതാണ് ഈ ഹംസ. ഞങ്ങള് ചെറുപ്പത്തിലെ അന്ന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനായിട്ട് ഹംസക്കയുടെ കടയിൽ പോകാനായിട്ടും, ഹംസക്കയുടെ മകൻ ഇവിടെ പഠിച്ചിരുന്നു. അവസാനം DIG ആയിട്ട് മറ്റുമാണ് റിട്ടയർ ചെയ്തത് പോലീസില്. അതെ അതെ. അനിയന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായി. പുള്ളിയുടെ അളിയന്മാരായിരുന്നു കൊച്ചിൻ സ്റ്റോഴ്സ് അവിടുത്തെ കടകളൊക്കെ തുടങ്ങിയത്. അധ്യാപകരായിരുന്നു 2 പേര്. അങ്ങനെ അവരൊക്കെ അവരുടെ കുടുംബം ഇപ്പോഴും ഉണ്ട്. ഒരാള് ഒരു മകളെ നെട്ടൂര് വിവാഹം ചെയ്ത് അവരവരുടെ കുടുംബമായിട്ട് അവരിപ്പോൾ ഉണ്ട്. കമലാക്ഷൻ വൈദ്യരുടെ സഹോദരങ്ങള് രാഷ്ട്രീയമായിട്ടൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കമലാക്ഷൻ വൈദ്യർക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രവർത്തനങ്ങളിൽ അധികം ഇല്ലായിരുന്നു. ഒന്നുമില്ല. കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ 42-ല് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അന്ന് ഗാന്ധിയുടെ ആ ഇതിൽ വളരെയധികം ആസക്തനായി. ഞാൻ ചെറുപ്പമാണ്, സംസ്കൃത കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ കോളേജും സ്കൂളുകളും തൊഴിൽശാലകളും എല്ലാം അതൊക്കെ ബഹിഷ്കരിച്ചന്ന് സമരത്തിനിറങ്ങി. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയൊക്കെ എല്ലാ സ്കൂളുകളും ഇറങ്ങിയിട്ട് മാങ്കായിൽ വന്നു. മാങ്കായിൽ വന്നപ്പോൾ ഗേറ്റ് ചങ്ങലയിട്ട് താഴ്ത്തി കൂട്ടിയിരിക്കുന്നു. ജനാലയൊക്കെ സ്കൂളിലൊക്കെ അടച്ച് കൂട്ടി. അവിടെ നിന്ന് പിള്ളേരെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പടിയൊക്കെ അവിടെ നിന്ന് ആരും ഒരാളിറങ്ങിയില്ല. ആ ഒരൊറ്റ സ്കൂൾ മാത്രമേ അന്ന് ആ സമരത്തിൽ പങ്കെടുക്കാതെ. ഈ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ആ സന്ദർഭങ്ങളൊക്കെ തേവര പ്രദേശത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നതായിട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ അന്ന് ഇവിടുത്തെ വാർഡ് സെക്രട്ടറി. അന്ന് തലേ ദിവസം ഇവിടെ വലിയ പായസമൊക്കെ വെച്ച് രാത്രി മുഴുവൻ ആഘോഷങ്ങളായിരുന്നു. പ്രദേശത്ത് മുഴുവൻ പേർക്കും പായസം വിതരണം ചെയ്യും. പായസം കൊടുത്താണ് സ്വാതന്ത്ര്യത്തിനെതിരേറ്റതല്ലേ? ശരി. ഈ മറ്റു സഹോദരന്മാരെ ഇപ്പോ ശ്രീ ഗംഗാധരനൊക്കെ മൂത്തേട്ടൻ കോൺഗ്രസ്സുകാരനായിരുന്നു, അന്ന് കൗൺസിലറായിരുന്നു. പിന്നെ അതിൻ്റെ ഇളയേട്ടൻ ഗംഗാധരൻ. പുള്ളി കോളേജിൻ്റെ അടുത്തൊരു കട തുടങ്ങി. ഈ നമ്മുടെ ഉമ്മച്ചൻ്റെ വീട്ടിൽ എൻ്റെ വാക്കിൽ ഒരു ചെറിയ കടയുണ്ട്. സ്റ്റേഷനറി അതൊക്കെ ആയിട്ട് കോളേജിൻ്റെ ഇതായിട്ടാണ്. പക്ഷെ പുള്ളി അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പൊതുപ്രവർത്തനത്തിലേക്ക് തന്നെ കൂടുതൽ പോയി. ടാറ്റയിലായിരുന്നു ആദ്യത്തെ ജോലി. എന്തോ ടാറ്റ കമ്പനിയിൽ. അത് സമരത്തിന് ഒക്കെ പോയി അവർ ഡിസ്മിസ് ചെയ്തു. അവിടുന്ന് ഈ സമരത്തിനൊക്കെ പോയപ്പോൾ പോലീസ് കേസും അറസ്റ്റും ഒക്കെ ഉണ്ടായി. ശിക്ഷിച്ചില്ല. അതോടുകൂടി ആ ജോലി പോയി. പിന്നെ ഇത് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇത് കിടന്നപ്പോൾ പിന്നെ അന്ന് ചേട്ടനും എല്ലാവരും കൂടി ഒരു തുണിക്കട ജംഗ്ഷനിൽ ഇട്ട് കൊടുത്തു. അത് നടത്താൻ പറഞ്ഞു. അത് നല്ല തന്നെയായിരുന്നു. ചാക്കുളയിൽ നിന്ന് എല്ലാ ഇതും കടയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളാണ്. അത് ചേട്ടനും ഞാനും കൂടിയാണ് അത് അവിടെ ഏർപ്പാട് ചെയ്തത്. ആവശ്യമുള്ള സാധനം എടുക്കാം, വെച്ചിട്ട് കാശ് കൊടുത്താൽ മതി. കണ്ടീഷനിലായിരുന്നു. ഇപ്പം നമ്മുടെ ഈ തേവര SH കോളേജ് തുടങ്ങിയത് 1944-ലാണ്. ഈ തുടങ്ങിയ കാലഘട്ടത്തിലെ എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ കോളേജ്? കാരണം ഇവിടെ ഒരു ദ്വീപായിരുന്നു, അത് കഴിഞ്ഞ് പാലം വന്നു. അപ്പോഴേക്കും കോളേജ് തുടങ്ങുമ്പോൾ
ഹോസ്റ്റലില്ല ആദ്യം തുടങ്ങുമ്പോൾ. അപ്പോൾ എൻ്റെ കുമാരൻ വൈദ്യൻ താമസിക്കാൻ റോഡരിയിലൊരു വീടുണ്ട്. ആ മാളിക അന്നത്തെ ആദ്യത്തെ മാളികയാണ്, തേവരയിലെ ആദ്യത്തെ മാളികയാണ്. പണിതിരുന്ന വീട് കിടക്കുകയായിരുന്നു. അന്ന് കോളേജിന് ഹോസ്റ്റലിന് വേണ്ടി കൊടുത്തതാണ് കെട്ടിടം. വേറെ 2-3 കെട്ടിടവും കൂടി ഹോസ്റ്റലിനായി എടുത്ത് ഹോസ്റ്റൽ പണിയുന്നവരെ ഈ കെട്ടിടങ്ങളിലായിരുന്നു ഹോസ്റ്റൽ. അവിടെ ഒരുപാട് വലിയ ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. ഈ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ പഴയ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ തേവരയിൽ വന്ന് മട്ടമ്മൽ ജംഗ്ഷൻ അറിയാം അവർക്ക്. മട്ടമ്മൽ ജംഗ്ഷനിൽ ഇപ്പോൾ മട്ടമ്മൽ ക്ഷേത്രത്തിൻ്റെ അടുത്താണെന്ന് പറയുമ്പോൾ പലരും ധരിക്കുന്നത് സുധർമ്മ ക്ഷേത്രമാണ് മട്ടമ്മൽ ക്ഷേത്രം എന്നാണ് പലരും ധരിക്കുന്നത്. ശരിക്കും മട്ടമ്മൽ ക്ഷേത്രം കുറച്ചുകൂടി മാറിയിട്ട് അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു, ഇപ്പോഴും ചിലർ അങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. മട്ടമ്മൽ ജംഗ്ഷൻ അതാണ്. അപ്പോൾ അവിടെ ക്ഷേത്രം അതിനും ഈ മട്ടമ്മൽ വൈദ്യശാലയുടെ മുകളിൽ അക്കാലത്ത് ഒരു ഓർമ്മ ജ്വാല ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി, അതെ, 1ാം നിലയിൽ നല്ല നിലയിൽ നടത്തിയിരുന്ന, അതായത് 10,000-ലധികം ബുക്ക്. അക്കാലത്ത് എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗിനെക്കാളൊക്കെ വലിയ ലൈബ്രറി ആയിരുന്നു അന്ന്. നയനാൻ എന്ന് പറഞ്ഞൊരു KSP കാരുണ്ട്. നയനാൻ, CK ഗോപാലൻ, വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അവിടെ ഈ ഒരു സമാജത്തിൽ. ജോസഫ് മാഷ്, ഇന്നാൾ മരിച്ചില്ല, ജോസഫ് മാഷ്, പിന്നെ രാജപ്പൻ, ഞാൻ വന്നൊരു വെടിക്കെട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹത്തിന് തോമസ് ഉണ്ടായിരുന്നു, തോമസ്. ഇവരൊക്കെ കൂടിയാണ് തുടങ്ങിയത്. അതായത് വളരെ ഞാനും ഞങ്ങളൊക്കെ പുസ്തകം ചുമന്നുകൊണ്ടുവന്നതാണ്. ഇപ്പോഴും ആ ഇത് ഞങ്ങൾ നയനാനായിരുന്ന അതിൽ ഏറ്റവും അധികം. പിന്നെ അന്ന് KSPയുടെ മത്തായി മഞ്ഞൂരിൻ്റെ സ്വന്തം ആളാണ്. നല്ല വിവരം ഉണ്ടായിരുന്നു. കേരള ടൈംസിലൊക്കെ പോയ നല്ല വിവരമുള്ള ആളായിരുന്നു. പൊക്കം കുറഞ്ഞിട്ട് സംസാരിക്കാനും പുള്ളിക്ക് കോന്തിരുത്തിയില് പുള്ളിയുടെ ചേട്ടനുണ്ടായിരുന്നു. അതെ. ഈ അന്ന് വൈദ്യശാല ഉള്ള കാലത്തെ നമുക്കിവിടെ വേറെ അലോപ്പതി സംഗതികൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചാക്കോ ഡോക്ടറും ഒരു തോമസ് ഡോക്ടറും ആയിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക. പിന്നീട് വന്നതാണ് അവർ. ആദ്യം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വൈദ്യശാലയിൽ നിന്ന് വൈദ്യന്മാരാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചാക്കോള ഡോക്ടർ പേര് ഹോമിയോ ആൻ്റണി എന്ന് പറഞ്ഞൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചാക്കോ ഡോക്ടർ വന്നത്. പിന്നെ ഇവിടെ ഉണ്ടായത് ഞങ്ങളുടെ വീട്. ചാക്കോ ഡോക്ടർ വരുന്ന സമയത്ത് പെരുമാനൂര് ഒരു തോമസ് ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ? അത് ഏകദേശം ആ സമയത്തൊക്കെ വഴിയുടെ കിഴക്കേ വശം, മറ്റേ പടിഞ്ഞാറ്. തോമസ് ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു. അന്ന് അലോപ്പതിക്ക് അത്ര വലിയ പ്രചാരമില്ല. അന്നത്തെ സാധാരണ പറഞ്ഞ എന്തെങ്കിലും ഒരു നീർവീഴ്ചപ്പനിയോ എന്തെങ്കിലും വന്നതിന് നമുക്ക് മട്ടമ്മൽ വൈദ്യശാലയിൽ പോകാമെന്നുള്ളൊരു ഒരു പറച്ചിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വരുന്നതിന് മുമ്പ് അച്ഛനായിട്ട് തന്നെ തേവര ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള അച്ഛനാണ്. ഇവിടെ തിരുഹൃദയാശ്രമം തുടങ്ങുമ്പോൾ അച്ഛനൊക്കെ അതിൽ പങ്കെടുത്താണ്. അന്ന് ആശ്രമം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ പള്ളി കോളേജ് വന്നതൊക്കെ. ഞാൻ പഠിച്ച സ്കൂൾ ആ ഇപ്പോഴുള്ള പള്ളിയുടെ തെക്കേ ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലൊരു 6-7 മുറിയുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. വൈദ്യരുടെ വൈദ്യശാലയിൽ പച്ചമരുന്ന് എടുത്തു കൊടുക്കാനായിട്ട് അക്കാലത്ത് ആളുകൾ പച്ചയെന്ന് വിളിച്ചിരുന്ന ഒരാളുടെ സഹായി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്താ? കരുണാകരൻ. എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒക്കെ പേര് പുള്ളിയുടെ അറിയോ എന്നുള്ളത്. പച്ചയെന്ന് വിളിക്കുള്ളായിരുന്നു. അതെ. അത്യാവശ്യം ഒരു മുറിവൈദ്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തോട് പറഞ്ഞ് അരിഷ്ടവും കഷായവും ഒക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പും മരുന്ന് കട നടത്തിയിരുന്നതാണ് പുള്ളിയോ? ഏത് പച്ചമരുന്നും ഒറ്റ നോട്ടത്തിൽ പറയും അത് ശരിയാണ്, ഇത് ശരിയല്ല. അത്രയ്ക്ക് വിവരം ഉണ്ടായിരുന്നു പച്ചമരുന്ന് കട നടത്തിയിരുന്നത്. അപ്പം നമുക്കത് മരുന്നുണ്ടാക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സഹായമായി. അന്ന് മട്ടമ്മൽ ഫാർമസിയിലെ മരുന്ന് ഈ പ്രദേശങ്ങളിലുള്ള വൈദ്യന്മാരൊക്കെ ഇങ്ങോട്ട് മരുന്ന് വാങ്ങിക്കാൻ നമ്മളത് മരുന്ന് സ്വയമായിട്ട് ഇവിടെ വീടിനുണ്ടാക്കുന്നു. 10-8 ജോലിക്കാരുണ്ടായിരുന്നു. പിന്നെ
ഇപ്പോൾ കടയിൽ കാലാട്ട് എല്ലാം ഒരു ചെക്കൻ പയ്യനുണ്ടായിരുന്നു. കരുണാകരനും അവർ രണ്ടുപേരായിരുന്നു കടയിലുണ്ടായിരുന്നു. അല്പം സുഖമില്ല ജോയി. അതുകൊണ്ട് ഞാൻ അത് കൊടുത്ത അത് കൊടുത്ത എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. വേറെ ജോലി എടുക്കാനൊന്നും പറ്റില്ല. ആയിരുന്നു ജോലിയും കരുണാകരനാണ് വൈദ്യശാല ഉണ്ടായത്. മരുന്ന് ഉണ്ടാക്കാൻ ഒരു 6-7 പേര് ചേർത്തലക്കാരനൊരു ജോർജ്, പിന്നെയൊക്കെ വൈക്കത്ത് ഭാഗത്തുള്ളവരായിരുന്നു. ചെല്ലപ്പൻ നായർ, അങ്ങനെ 2-3 നായന്മാർ, ഒരു ഞങ്ങളുടെ കാസിൽപ്പെട്ടവരാണ് ചക്രവാണി. അവരൊക്കെ ആയിരുന്നു. അവരൊക്കെ വീട്ടിൽ താമസിക്കുന്നു. ദൂരെല്ലാവരൊക്കെ അവിടെ താമസിച്ചത്. പുതിയ തലമുറയിൽ നിന്ന് ആ പാരമ്പര്യം വന്നില്ല. കഴിഞ്ഞാലില്ല. ഞാൻ അവസാനത്തെ കണ്ണിയായിരുന്നല്ലേ? അവസാനത്തെ കണ്ണിയായിട്ടായിരുന്നു. കാരണം അത് ഞാൻ തന്നെ വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ പോകണം. ചേട്ടന്മാരൊക്കെ അതിനെ പോയെ. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പരീക്ഷ പാസ്സായ ഒരു വൈദ്യൻ കുടുംബത്തിലുണ്ടാകണം എന്നുള്ളതായിരുന്നു. പിന്നെ എൻ്റെ താല്പര്യം വന്ന് ആദ്യത്തെ താല്പര്യം സംസ്കൃതമൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് വിഷമമെന്നുള്ള മട്ടില്ലായിരുന്നു. പക്ഷെ അച്ഛൻ അത് നിർബന്ധമായിട്ട് ഓർമ്മ. അമ്മാവനും എൻ്റെ ഒരു അമ്മാവനുണ്ട്, രാഘവൻ മാഷ് എന്ന് പറയും. അവിടുത്തെ പനങ്ങാട് വില്ലേജ് സ്കൂളായിരുന്നു. പുള്ളിയും അച്ഛൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞ ആ സമയത്ത് ഇതും വന്നു. കോളേജിൽ എല്ലാവർക്കും പ്രവേശനം വന്നു. അപ്പോൾ അമ്മാവൻ അതിനെ കൊണ്ടുപോയി സംസ്കൃത കോളേജിൽ ചേർത്തു. അപ്പോൾ അതേ അച്ഛൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് അന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തേവരയിൽ നിന്ന് കോന്തുരുത്തിൽ നിന്ന് നെട്ടൂരിൽ നിന്ന് കുണ്ടന്നൂര് നടന്നാണ് കൊണ്ടിരിക്കുന്നത്. കോട്ടക്കത്ത് കയറാൻ പാടില്ല ഞങ്ങൾക്ക്, അയിത്തമാണ്. കസ്ബാഴ അവിടെ ചെന്നിട്ട് വേണം കിഴക്കോട്ട് പോയിട്ട് കോളേജിലേക്ക് എത്താൻ. അത്ര ബുദ്ധിമുട്ടായാണ് പഠിച്ചത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സംസ്കൃത കോളേജിൽ നിന്ന് ചേർന്നത് പഠിക്കാൻ തുടങ്ങിയാലും കൊഴിഞ്ഞു പോക്കുണ്ട്. കുറെ കഴിയുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യില്ല, സാധിക്കില്ല. അത് ബുദ്ധിമുട്ടാണ്. സംസ്കൃതം ആദ്യം പ്രത്യേകിച്ച് സംസ്കൃതമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അത് അങ്ങനെ വന്നപ്പോൾ സംസ്കൃതം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 3 പേരാണ് തേവരെന്ന് കയറുന്നത്. ഒന്ന് എൻ്റെ ചേട്ടൻ തന്നെ ഗംഗാധരൻ, ഒരാള് ഗോപാലൻ എന്ന് പറയും, അതായത് വല്യച്ഛൻ്റെ രാധാകൃഷ്ണൻ്റെ വല്യച്ഛൻ്റെ മകൻ, എൻ്റെ വല്യച്ഛൻ്റെ മൂത്ത മകൻ്റെ മകൻ ഗോപാലൻ. ഞങ്ങൾ 3 പേരാണ് സംസ്കൃതത്തിലേക്ക് കൊണ്ട് ചേർത്തത്. ഒരു കൊല്ലം കഷ്ടിച്ച് അവർ 2 പേരും വന്നു. പിന്നെ അവർ നിർത്തി. ഇതിന്റെ ഈ ചികിത്സാ കാലത്ത് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ലൈഫ് സേവിങ് അനുഭവങ്ങളൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചികിത്സാ കാലം ഈ ഒരു 53-ലാണ് ഞാൻ വൈദ്യശാല തുടങ്ങുന്നത്. 70-75 വരെ ഞാൻ മറ്റൊന്നിലേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തീർത്തും അതിൽ തന്നെയായിരുന്നു എൻ്റെ കാലം. അന്ന് എനിക്ക് ഒരുപാട് എന്നെ എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരുടെ ഇത് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അന്ന് ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകനായിട്ട് തന്നെ ഉണ്ടായിരുന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നിലേക്കും കടന്നില്ല. ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സെക്രട്ടറി അത് വളരെ കഴിഞ്ഞിട്ടാണ്, അല്ലാണ്ട് വളരെ ഇതായിട്ടൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ആദ്യത്തെ എനിക്ക് വളരെ ബുദ്ധിമുട്ട്, വളരെ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അന്ന് പഠിച്ചതൊന്നല്ലേ, പക്ഷേ അച്ഛൻ്റെയും ചേട്ടൻ്റെയൊക്കെ കാലത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പഠിച്ചു വന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് 1 കൊല്ലത്തെ പ്രാക്ടീസും കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരല്പം ഭയമുണ്ട് ചികിത്സയ്ക്ക്. ഒരു രോഗിയെ നമ്മൾ ചികിത്സിക്കുക, അയാൾ ജീവിപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ കടമ. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് നമുക്കെന്നും ആ ഒരു ഭയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ വേഗം മാറി. ആദ്യം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു രോഗി കോമൻ എന്ന് പറയും, ഒരു ജീവനാണ്, ഈ തേര് കൊള്ളതാണ്. അവരുടെ അങ്ങേരുടെ മകള് സാവിത്രി എന്ന പേര്. ഇപ്പോഴും ഞാനത് ശരിക്കും ഓർക്കുകയാണ്. അപ്പോൾ അവർ ചെറുപ്പം കല്യാണം കഴിച്ചാണ്, ഒരു കുട്ടിയുണ്ട്. അവർ തളർന്നുപോയി എന്ന് പറഞ്ഞാൽ ആകെ തളർന്നു.
പുള്ളി ഓടി വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അന്ന് നടന്നു പോകണമല്ല, അല്ലാതെ വേറെ ഒന്നുമില്ല, ഓർഡിനറി നടന്നതിന് പോയി. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു സംശയത്തിലായിരുന്നത് തളർവാദം എന്ന് പറഞ്ഞാൽ അത് ചികിത്സ ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. പിന്നെ അത് ശരിക്കും പൂർണ്ണമായിട്ടും ആശ്വാസം കിട്ടുമെന്നും വിധിയിൽ തന്നെ ഇല്ല. അപ്പം ഞാൻ നോക്കാം, എൻ്റെ മറ്റു വിധത്തിൽ പിന്നീട് എന്തെങ്കിലും ഇത് ഉണ്ടാകാൻ പാടില്ല, ഞാൻ എൻ്റെ സർവ്വ കഴിവിച്ചും ഞാൻ നോക്കാം, പാവപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഭർത്താവുണ്ട്, ആ കുട്ടിയുടെ ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. എന്തോ ദൈവാധീനത്തിന് എൻ്റെ ചികിത്സ ബാധിച്ചു. 3 മാസം കൊണ്ട് അവർ കൈകാലുകളൊക്കെ അനക്കി വർത്താനം പറയാൻ തുടങ്ങി. ഏതാണ്ട് 6 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഭേദമായി. പിന്നീട് അവർ പ്രസവിച്ചു. ഇളയ കുട്ടിയെ പ്രസവിച്ച അതിന് ശേഷമാണ്. അത് എൻ്റെ ഓർമ്മയിലും എൻ്റെ വൈദ്യ ജീവിതത്തിലും എനിക്കുണ്ടായ ഒരു വലിയ സന്തോഷവും എല്ലാവരുടെയും ഒരു ആദരവും കിട്ടി എനിക്കറിയില്ല. എല്ലാവരും വളരെ ചെറുപ്പകാലം മുതലേ കമലാക്ഷൻ വൈദ്യൻ്റെ മുഖവും ഞാൻ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ പോലെ വളരെ പ്രസന്നവദനായി കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തെ കണ്ടിരുന്നുവെങ്കിൽ പോലും ഇത്രയും ദീർഘമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. കാരണം വൈദ്യശാലയിൽ അന്ന് പോയി മരുന്നൊന്നും വാങ്ങിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ വളരെ എന്താ പറയുന്നത്, ഒരു കുലീനമായ സാന്നിധ്യമായിരുന്നു കമലാക്ഷൻ വൈദ്യൻ്റെ സാന്നിധ്യം. പ്രത്യേകിച്ച് തേവരയിൽ അലോപ്പതി ചികിത്സയും മറ്റ് ഹോമിയോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്താ പറയുന്നത് ആതുരാലയം എന്ന് പറയാവുന്നത് മട്ടമ്മൽ വൈദ്യശാലയായിരുന്നു. അദ്ദേഹത്തിന് 100 വയസ്സ് പൂർത്തിയായി. അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ കോളേജൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള കാലങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ചിട്ടയായി ഓർത്തു വയ്ക്കുന്നു. അക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം, മതസൗഹാർദ്ദം, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ അതിഥിയായിട്ട് ഈ ഹാർട്ടി ടോക്ക് ഷോയിൽ കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. വൈദ്യർക്കും ക്ഷേമാന്വേഷണം.